എടാ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ഒന്നല്ല സംസാരിച്ചത്. ഞാൻ എടാ പോടാന്ന് വിളിക്കൊന്നും വേണ്ട. എന്നെക്കാട്ടി കൂടുതൽ ഇവിടെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. എടാ എനിക്ക് പറയാം പഠിച്ചവൻ പറയാം, ഞാൻ എന്തോ അത്ര പൈസ ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇതിനെതിരെ പഠിച്ചവനെ കൂട്ടണേ. ഇവിടെ ഞാനും തന്നത് പൈസ തന്നെ, അല്ലാണ്ട് കുടിക്കൂരൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതേപോലെ ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നു, അവസാനം ഇതാണ് അവസ്ഥ. ബിസിനസ് തുടങ്ങുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. എസ്പെഷ്യലി ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കളായിട്ട് തുടങ്ങുന്നത് വളരെയധികം നല്ല കാര്യമാണ്. നിങ്ങൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നാളെ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ രണ്ടും സുഹൃത്തുക്കളാണ്, പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ വിലയിരുത്താൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ പരമാവധി മൂന്നാമത് ഒരു എക്സ്പെർട്ടിന്റെ അഡ്വൈസ് എടുക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്, എന്താണ് ചെയ്തുകൂടാത്തത്, എത്രയാണ് ഞങ്ങളുടെ പ്രോഫിറ്റ് ഷെയറിംഗ്, എന്താണ് എൻ്റെ ജോബ് റോള്, ഞാൻ എത്ര ഇട്ടു, എനിക്ക് എന്തൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആദ്യമേ നിങ്ങളൊരു എഗ്രിമെന്റ് ആക്കുക. അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയും. ഒരാൾ വിചാരിക്കും മറ്റൊരാൾക്ക് എന്തെങ്കിലും നോ എന്ന് പറഞ്ഞാൽ വിഷമാവും, അയാൾ വിചാരിക്കും എനിക്ക് വിഷമാവുന്നു. ആക്ച്വലി സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പഠിക്കാനുള്ളത് ഇന്ന കാര്യം പറ്റില്ലെങ്കിൽ നോ പറയാൻ പഠിക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ ബിസിനസ്സിന്റെ ഒരു തരിയെങ്കിലും നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് നിങ്ങൾ തീരുമാനമെടുത്ത് അതിനുവേണ്ടി നിങ്ങൾ പരമാവധി പ്രയത്നിക്കുക തന്നെ ചെയ്യണം. ഇതിനെല്ലാം അപ്പുറത്തോട്ടായിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ബിസിനസ് രണ്ടായി പോകുന്ന ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാണ്. നമ്മുടെ ഉമ്മ എങ്ങനെയാണോ അതുപോലെ നമ്മൾ സ്നേഹം കൊടുക്കുന്നത്, ബഹുമാനം കൊടുക്കുന്ന മറ്റൊരു ഉമ്മയാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഉമ്മ എന്ന് പറയുന്നത്. നാളെ നിങ്ങളുടെ ബിസിനസ് രണ്ടായി പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ആ ഉമ്മയെ ഫേസ് ചെയ്യുമെന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.